വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മെറ്റേണിറ്റി ബാഗ്, എൻ്റെ ഡെലിവറിക്കായി ഞാൻ ക്യാരി ചെയ്ത എൻ്റെ ബാഗിലുണ്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു, ഏത് മാസം പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഡെലിവറി ബാഗിൽ അല്ലെങ്കിൽ മെറ്റേണിറ്റി ബാഗിൽ എടുത്തു വെച്ചിരുന്ന ഐറ്റംസ് ആണ്. ഒരു 5ഓളം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റീസ് നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ച് അത് വാഷ് ചെയ്ത് ഉണക്കി തേച്ച് 5ഓളം നൈറ്റീസ് ഉണ്ടായിരുന്നു, അണ്ടർസ്കേർട്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ബ്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പാൻറ്റീസ് ഉണ്ടായിരുന്നു. ഇവ മാൻഡേറ്ററി ആയിട്ട് 4 സാധനം ഞാൻ മാൻഡേറ്ററി ആയിട്ട് മറക്കാണ്ട് തന്നെ പ്രോപ്പറായിട്ട് തേച്ച് ഉണക്കി വെച്ചിരുന്നതുകൊണ്ട് അവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടവൽ വേണം, പിന്നെ ബ്ലാങ്കറ്റ്, നമ്മുടെ ബെഡ്ഷീറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ബേബീൻ്റെ ആവശ്യത്തിനായിട്ട് ബേബിക്ക് നമ്മൾ എത്ര ദിവസമാണ് അഡ്മിറ്റ് ആവുന്നത് എന്നറിയത്തില്ല. സോ എന്നാലും ഞാൻ ബേബിക്ക് വേണ്ടി ഞാൻ 5ഓളം കുഞ്ഞ് കെട്ടുടുപ്പുകൾ വാഷ് ചെയ്ത് നേരത്തെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വെള്ള തുണി നമ്മൾ 4 സൈഡും അടിച്ച് കീറിയത് ബേബിനെ ഉടുപ്പിക്കാനൊക്കെ ആയിട്ട് ഇപ്പോഴുള്ളൊരു ഫോളോ ചെയ്യുന്ന അതൊരു ഫോർമാറ്റാണ്. സോ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ച വെള്ളത്തുണികൾ ഒരു 10-12 എണ്ണോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു ബേബിക്ക് വേണ്ടി. പിന്നെ വെറ്റ് വൈപ്സ്, അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് ബേബിനെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് തുടച്ചെടുക്കാൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. സോ വെറ്റ് വൈപ്പ് എടുത്ത് തുടച്ചെടുക്കാൻ വേണ്ടി വെറ്റ് വൈപ്സിൻ്റെ 2 സെറ്റോളം 2 പാക്കറ്റ് വെറ്റ് വൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടിഷ്യൂ പേപ്പർ, പിന്നെ നോർമൽ ന്യൂസ് പേപ്പർ. ഇത്രയുമാണ് എൻ്റെ മെറ്റേണിറ്റി ബാഗിൽ. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാലോ, ബ്രഷ്, പേസ്റ്റ്, കോമ്പ്, സോപ്പ്, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ചപ്പൽ. ഇത്രയും കാര്യങ്ങളും ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേഴ്സണൽ ഹാൻഡ് ബാഗിൽ ഞാൻ എടുത്തു വെച്ചിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ പ്രീവിയസ് മന്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സ്കാനിങ് റിപ്പോർട്ടുകളും പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഡിസിൻസ്, അതായത് എനിക്ക് ഡെലിവറി ടൈമിൽ തൈറോയിഡും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മെഡിസിൻസൊക്കെ പ്രോപ്പറായിട്ട് മറക്കാതെ എടുത്തു. പിന്നെ അയൺ ആൻഡ് കാൽസ്യം ഗുളിക, അതും ഞാൻ മറക്കാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആധാർ കാർഡിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് ഏതെങ്കിലും ഒന്ന്, ഞാൻ ആധാർ കാർഡായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ബാഗിൽ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാട്ടർ ബോട്ടിലൊക്കെ എടുക്കാം, കാരണം വെള്ളം കുടിക്കാൻ വേണ്ടി, ചൂടുവെള്ളമൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിൽ നമുക്ക് കൈ കരുതാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കോൺഫിഡൻസോടുകൂടി ഞാൻ ധൈര്യമായിട്ട് ഡെലിവറിക്ക് പോയത്. ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഏർലി ഡെലിവറിക്ക് ഒരു പോസിബിലിറ്റീസ് ഒക്കെ കാണിച്ചതുകൊണ്ട് തന്നെ 7 മന്ത് ലാസ്റ്റ് ആയപ്പോൾ 8 മന്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഡെലിവറി ബാഗെല്ലാം പ്രോപ്പറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണുമ്പോഴേക്കും ബൈ.